നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും LDF മത്സരിക്കും. മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകി. ചൊവ്വാഴ്ചയാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ, പറയൂ. ശ്യാമിലി, സ്പീക്കർ തെരഞ്ഞെടുപ്പിലും LDF മത്സരിച്ചിരുന്നു. അന്ന് AC മൊയ്തീനാണ് സ്ഥാനാർത്ഥിയായത്. സമാനമായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും മത്സരിക്കാൻ LDF തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയ്ക്ക് ആണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുഹമ്മദ് മുഹ്സിൻ പട്ടാമ്പി MLA ആയിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയായി LDFിൽ നിന്ന് മത്സരിക്കുക. പിണറായി വിജയനും KN ബാലഗോപാലിനും K രാജനും ഒപ്പമെത്തിയാണ് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയിട്ടുള്ളത്. ചൊവ്വാഴ്ചയാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥിയായി വരിക. കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പ് സ്ഥാനത്തേക്ക് BJPയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അവർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് LDFന് 35 വോട്ടാണ് കിട്ടിയത്. 35 LDFിൻ്റെ MLAമാരും വോട്ട് ചെയ്തു. UDFന് 101, BJPക്ക് 3 എന്നിങ്ങനെയായിരുന്നു വോട്ട് നില. ഏതെങ്കിലും തരത്തിൽ മാറ്റം വരാനുള്ള സാധ്യത ഇല്ല. അത്രയും തന്നെ വോട്ടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും കിട്ടും. അതേസമയത്ത് ജനാധിപത്യപരമായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് LDF. ശരി, അർജുൻ രാജ്.